നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വിക്രം വല ചവിട്ടി വീട്ടിലെത്തി കഴിയുമ്പോഴത്തേനുമാണ് വീട്ടില് വേദയില്ല. വേദയുടെ വീട്ടിലേക്ക് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് സഹിച്ചില്ല. കാരണം വിക്രം ചില തീരുമാനങ്ങളൊക്കെ എടുത്താണ് വീട്ടിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ ശ്രീനിവാസനോടൊപ്പം അധികം കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊന്നും വേണ്ട. വേദയ്ക്ക് അത് ഇഷ്ടമില്ല. മാത്രമല്ല മാഷിനാണെങ്കിലും കമലിക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം അവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ താൻ ആ വഴിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും നല്ലൊരു ജീവിതം തനിക്ക് ഉണ്ടാവണം എന്നൊരു ചിന്തയായിരുന്നു. പഴയതുപോലെയല്ല, വിക്രവും മാഷും തമ്മിലുള്ള പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അപ്പോഴാണ് വിക്രം ഇടുത്തി പോലെ ഈ കാര്യം കേൾക്കുന്നത്. വിക്രം ഒരു നിമിഷത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും കമൽ പറഞ്ഞു, മോനെ നീ അവളുടെ അടുത്ത് ചെല്ലണം, വേദയുടെ അടുത്ത് എന്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇനിയിപ്പോൾ ശ്രീനിവാസനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല, അയാളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊന്നും ഇല്ലയെന്ന് പറയണം. അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, അവള് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൾ വരാനുള്ള പോക്കൊന്നും അല്ല പോയത്. അവളുടെ പോക്കും മട്ടും പോവാ കണ്ടിട്ട് അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാ തോന്നേ. ബാഗിനകത്ത് തുണിയെല്ലാം എടുത്തോണ്ടാ പോയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രത്തിന്റെ മനസ്സിലെ കൂടുതൽ അങ്ങോട്ട് എരിപെരി ഏറ്റുവാണ്. മാഷിന് ദേഷ്യം വന്നു. മാഷ് പറഞ്ഞു, നന്ദിനി നീ നാവടയ്ക്കോ അല്ലെങ്കിൽ നിന്റെ കർണക്കുറ്റി നോക്കി ഞാൻ പൊട്ടിക്കുമെന്ന് പറയണം. അവൾ എരുതയിലും എണ്ണ ഒഴിക്കാനായിട്ട് വന്നിരിക്കുന്നു, കയറി പൊടിയാത്തെന്നൊക്കെ പറഞ്ഞ് മാഷ് ദേഷ്യപ്പെട്ടു. നന്ദിനി പറഞ്ഞു, അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ, സത്യം പറയുന്നവരെ കാണത്തില്ലല്ലോ. നന്ദിനി അതും പറഞ്ഞിട്ട് കയറി പോകുന്ന സമയത്ത് വിനായകൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് നന്ദിനി ദൈവത്തെ ഓർത്ത് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അറിയാലോ. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയം. വേദ വീട്ടിൽ പോയതിന്റെ വിഷമത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെയും കൂടി ഇനി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടല്ലോ, അച്ഛൻ മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. അതെ, ഞാനുള്ള സത്യാവസ്ഥ പറഞ്ഞത്. അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? മിക്കവാറും ഡിവോഴ്സ് ആയിരിക്കും നടക്കാൻ പോണേന്നൊക്കെ പറഞ്ഞു. ആ സമയം മാഷും കമലയും കൂടെ വിക്രത്തിനെ ആശ്വസിപ്പിക്കുക. നീ വിഷമിക്കേണ്ട, അവൾ തിരികെ വരും. അവൾക്ക് അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റില്ല, അറിയാലോ. അവൾക്ക് ഈ വീടും വീട്ടുകാരെയൊന്നും വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ശ്രീജൻ പറയുന്നത്. ശ്രീജ പറഞ്ഞു, വിക്രം നീ ചെന്ന് അവളോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഇപ്പം ഈ ശ്രീനിവാസന്റെ പ്രശ്നത്തിനാണല്ലോ അവൾ പോയിരിക്കുന്നത്. അവൾ ഉറപ്പായിട്ടും വരും. അപ്പം അവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെയാണ്, ശ്രീനിവാസന്റെ കാര്യത്തിനാണ് പോയിരിക്കുന്നതെന്ന്. ഒരു പക്ഷേ എങ്കിൽ ഇനി അയാളുമായിട്ട് യാതൊരു കൂട്ടില്ലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരികെ വരും വേദ. ആ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് വിക്രത്തോട് പോയി സംസാരിക്കാനായിട്ട് പറയണേ. വിക്രം അങ്ങനെ വേദയെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഇതേ സമയത്ത് വേദയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പത്മയൊക്കെ ഒന്ന് വന്ന് വിളിച്ചാൽ പോലും ആഹാരം പോലും കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഈ സമയത്ത് പത്മ പോയി ശങ്കരനാരായണോട് പരാതി പറയുന്നുണ്ട്. അവൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. വിക്രത്തോട് വഴക്കിട്ട് വന്നതാണെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അവൾ വഴക്കിട്ടൊന്നും അങ്ങനെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. ശങ്കരനാരായണനും ആ കാര്യത്തിൽ ചില ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നി. ഒരിക്കലും വേദ അങ്ങനെ വഴക്കിട്ട് വരുന്ന സ്വഭാവക്കാരിയല്ല. ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ലല്ലോ. വേദയുടെ മനസ്സിലെ വിക്രം മലയ്ക്ക് പോയിട്ട് വന്നു കാണും. തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് എങ്ങനെയായിരിക്കും പ്രതികരണം? വിക്രത്തിന് ടെൻഷനായിരിക്കും, സങ്കടമായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്നു കഴിഞ്ഞപ്പോൾ പോയി കഥ തുറന്നു കൊടുക്കുന്ന ആൾ പത്മയാണ്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, ഓ വിക്രം എപ്പോഴാണ് മലയ്ക്ക് പോയിട്ട് വന്നേന്നൊക്കെ ചോദിക്കണം. രാവിലെ വന്നായിരുന്നു. അല്ല അമ്മ വേദയില്ലേന്ന് ചോദിക്കുക. എനിക്ക് അവളെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പത്മ ചോദിച്ചു, അല്ല വിക്രവും വേദം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഏയ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല. പിന്നെ എന്താ അവൾ ഇങ്ങോട്ടേക്ക് പോന്നേ? അവൾ ഞങ്ങളോടും ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയണം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്മ എന്നിട്ട് വേദയെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ വിക്രം വന്നിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം താൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നാലും വിക്രത്തിന് ഇനിയിപ്പം സങ്കടം ആകത്തുള്ളൂ. കാരണം താൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. പക്ഷേ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ വിക്രം പോവാനായിട്ട് കൂട്ടാക്കത്തില്ല. അങ്ങനെ വേദ താഴേക്ക് ഇറങ്ങി വന്നു. വിക്രം മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം അകത്തേക്ക് പോലും കയറിയില്ല. അങ്ങനെ വേദ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, വേദ നിനക്കിത് എന്ത് പറ്റി? നീ ബാഗ് എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറയണം. വരുന്നില്ലെന്നോ? അതെന്താ നീ ഇങ്ങനെ പറയണേ? അതെ, ആ ശ്രീനിവാസനും ആയിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട. അതെ ശ്രീനി സാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിക്കാം.
എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ള, അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. ഇത്രയും കാലം ഞാൻ നിങ്ങൾ നന്നാവുമെന്ന് കരുതിയിരുന്നു, നിങ്ങൾ നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ നിങ്ങളോടൊപ്പം ജീവിതം മടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേദ നീ പ്ലീസ് ഞാൻ പറയുന്നു കേൾക്ക്, കാര്യം എന്താ വെച്ചാൽ പറ. ശ്രീനിസാറുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നീ ഇവിടെ പിണങ്ങി നിൽക്കേണ്ട കാര്യമില്ല, വീട്ടിലേക്ക് വരാൻ പറയണം. പക്ഷെ വേദ ചെല്ലില്ല എന്ന് പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ഇനി എന്നെ വന്ന് ശല്യപ്പെടുത്തരുത്, എന്നെ വെറുതെ വിട്ടേക്ക്. വിക്രത്തിന് നല്ലൊരു ജീവിതമുണ്ട്, വിക്രം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് വരും. ഞാനും ഒരിക്കലും വിക്രത്തിന് ചേർന്നല്ല, അതുപോലെ വിക്രം എനിക്കും ചേർന്ന ബന്ധമല്ല. അല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നില്ലല്ലോ, ഒരിക്കലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ഒരു അപ്രതീക്ഷിതമായൊരു മുഹൂർത്തത്തിൽ വിക്രം എൻ്റെ കഴുത്തിൽ താലിയാർത്തി. പക്ഷെ വിക്രം ഒരിക്കലും ആ ബന്ധത്തെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രം തന്നെ നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ, ഞാൻ കെട്ടിയ വെറൊരു താലി മാത്രം നിന്റെ കഴുത്തിലുള്ളെന്ന്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രണ്ടാമത് താലി കെട്ടുന്ന സമയത്ത് വിക്രത്തിന് അത് കെട്ടാൻ പോലും താല്പര്യമില്ലായിരുന്നു. പിന്നീട് ഇപ്പം ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. വിക്രത്തിന് എന്നോട് ഒട്ടും താല്പര്യമില്ല. അപ്പം പിന്നെ ഞാൻ വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നിട്ടും കാര്യമില്ല, ഒഴിവാകുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ഒന്ന് പോയി തരണമെന്ന് പറയണം. അങ്ങനെ വേദ വിക്രത്തിന് വേണ്ടി നിന്ന് കൈ കൂപ്പാണ് പോകാനൊക്കെ പറഞ്ഞുകൊണ്ട്. വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അതിനുശേഷം വേദ അകത്ത് കയറി കഥ കടിച്ചു. കഥ കടിച്ചിട്ട് വേദ മുറിയിലേക്ക് നിന്നിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. അത്ര സമയം ആ പിടിച്ചു വെച്ചിരുന്ന കരച്ചിൽ അണ പൊട്ടി ഒഴുകുകയാണ്. വേദയ്ക്ക് വിക്രത്തിൻ്റെ കൂടെ ഓടി ഇറങ്ങി പോകണമെന്നുണ്ട്. പക്ഷേങ്കിൽ ശ്രീകാന്ത് അയാൾ അടങ്ങിയിരിക്കില്ലെന്നറിയാം. അതുകൊണ്ട് മാത്രം വേദ ഇങ്ങനെ നിൽക്കുന്നത്. വേദ നിസ്സഹായാവസ്ഥയിലായിരുന്നു. വിക്രം തകർന്ന മനസ്സോടുകൂടിയിട്ടാ വീട്ടിലേക്ക് പോകുന്നത്. വിക്രത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ വിക്രം വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല വന്നിട്ട് എന്തായി, നീ അവളെ കണ്ടോ, സംസാരിച്ചോ, അവൾ എന്ത് പറഞ്ഞു, വരാമെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര പ്രതീക്ഷയോടെ കമല കാത്തിരുന്നേ. പക്ഷേ എങ്കിൽ വേദ വരില്ല എന്ന് കമല അറിയണം. അപ്പോഴേക്കും കമലയ്ക്ക് വിഷമമായി. ഈ സമയം വിക്രത്തിന്റെ ബുദ്ധിമുട്ടും ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കമല പറഞ്ഞു, വിഷമിക്കണ്ട മോനെ, അവൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വിക്രം അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം അവസാന ആശ്രയം അമ്മയാണല്ലോ. എന്ത് പ്രശ്നം ഉണ്ടായാലും പോയി കരയാൻ പറ്റുന്നവരുടെ അമ്മയാണല്ലോ. അപ്പം അമ്മമാരാകുമ്പോൾ തിരിച്ചൊന്നും പറയത്തൊന്നുമില്ല. അപ്പം വിക്രത്തിന് ആ ഒരു ബോധ്യമുണ്ട്. അല്ലെങ്കിലും തൻ്റെ അമ്മ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിക്രത്തിന് നന്നായിട്ടറിയാം. അങ്ങനെ കമലയെ കെട്ടിപ്പിടിച്ച് കരയോ. കമലയും കരയുവാണ്. കമലയ്ക്കും അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. വിക്രം ഇതുവരെ ഇതിനു മുമ്പ് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും വിക്രം ഇങ്ങനെയൊന്നും കരഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. വിക്രം തകർന്നു പോയി. തകരാൻ കാരണമുണ്ട്. കാരണം വിക്രത്തിന് വേദ ഇപ്പം ജീവനാണ്. അതുപോലെ തിരിച്ചും വേദയ്ക്കും അതെ. രണ്ടുപേർക്കും ഉള്ളിൽ പ്രണയമുണ്ട്. കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അടുത്തുണ്ടായിരുന്നപ്പം ഈ പ്രണയത്തിന്റെ ആ ഒരു ഇത് അറിയത്തില്ലായിരുന്നു. എത്രമാത്രം ആഴത്തിലുള്ള സ്നേഹമാണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ അകന്നൊരു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ തമ്മിലുള്ള സ്നേഹം എത്രമാത്രമാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതെപ്പോഴും അങ്ങനെയാ. അടുത്തുള്ളപ്പോൾ നമ്മൾ അതിന്റെ വില അറിയില്ല. പക്ഷെ ഒരു നിമിഷമെങ്കിലും നമുക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വില മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് വിക്രവും വേദയും. വിക്രത്തിന്റെ കരച്ചിലുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ഭയങ്കര വിഷമമായി. കമല ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു. പിന്നീട് കമല പോയി മാഷിനോട് പറഞ്ഞു, മാഷെ എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം, നമുക്ക് പോയി കയ്യെ കാലെ പിടിച്ചിട്ടാണല്ലോ അവളെ തിരികെ കൊണ്ടുവരാന്ന് പറഞ്ഞു. പക്ഷെ മാഷ് പറഞ്ഞു, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു തീരുമാനമുണ്ട് കമല, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേദ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവൾ നിസ്സാരമായിട്ടൊരു കാര്യത്തെ തള്ളക്കളയുന്നവളല്ല. എനിക്കറിയാം എന്താ കാര്യമെന്ന്. നമുക്കറിയില്ല. നമ്മൾ ചെന്നാൽ വെറുതെ നാണം കെടാന്നല്ലാതെ അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പം വിക്രത്തിന് ഉറക്കം വരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു വേദയ്ക്കും. വിക്രത്തിൻ്റെ മനസ്സിൽ പല പല ചിന്തകളുമാണ്. അങ്ങനെ വിക്രം ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം വേദയുടെ ഒരു ഫോട്ടോ, മുല്ലപ്പൂമാലയൊക്കെ വെച്ചേക്കുന്നൊരു ഫോട്ടോ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ആ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അത് വിക്രം ഒരു തവണ മേടിച്ചു കൊടുത്താണ്. കാരണം മാല വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മുല്ലപ്പൂമാല മേടിച്ചു. മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേ പ്ലാസ്റ്റിക് മുല്ലപ്പൂമാല, അത് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെച്ചോ, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് വേദയ്ക്കൊണ്ട് കൊടുത്താ. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. വിക്രത്തിന് ഒരു പോളെ കണ്ണുറങ്ങാൻ പറ്റിയില്ല രാത്രിയിൽ. അതുപോലെ തന്നെയായിരുന്നു വേദയുടെ അവസ്ഥ. വേദയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വേദ കട്ടിലെ കമിഴ്ന്ന് കിടന്ന് കരയുവാണ്. പക്ഷേ ദീപ്തിക്ക് മനസ്സിലായി വേദയുടെ മനസ്സിൽ എന്തോ ഒരു വലിയ ടെൻഷൻ ഉണ്ടെന്ന്. അതെന്താ ഏതാ എന്നൊന്നും അറിയത്തില്ല. കാര്യമായിട്ട് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ വിക്രമേണ്ണായിട്ടാണോ ഉള്ളതാണെന്ന് അറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം വിക്രത്തെ ദീപ്തി വിളിക്കുവാണ്, കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രവും ദീപ്തിയും തമ്മിൽ കാണുവാണ്. കാണുന്ന സമയത്ത് ദീപ്തി വിക്രത്തോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്.
എന്താ വിക്രമേട്ട വേദേച്ചിക്ക് സംഭവിച്ചേ? വേദേച്ചി അങ്ങനെ വീട്ടിലേക്ക് വരണമെങ്കിൽ എൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. എന്ത് കാരണം എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കറിയില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിലൊരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ദീപ്തി പറഞ്ഞു, എന്തോ വേദേച്ചിയുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്. എന്ത് കാര്യമെന്ന് ഞങ്ങൾ ആരും ചോദിച്ചിട്ട് പറയുന്നില്ല. വേദേച്ചിക്ക് വിക്രമേട്ടന് ജീവനാണ്. വേദേച്ചി വീട്ടിൽ വന്നതിന് ശേഷം നേരവണ ആഹാരം പോലും കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സങ്കടമാണ്. ആ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പോലും പറ്റില്ല. വേദേച്ചിയുടെ മനസ്സിൽ എപ്പോഴും വിക്രമേട്ടൻ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് സ്നേഹമാണെന്ന് പറയണം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര വിഷമായി. ഈ സമയത്ത് വിക്രം പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ദീപ്തി. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒരു കാര്യമില്ലാതെ വേദ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. ഇതേ സമയത്ത് വേദയുടെ അടുത്ത് നിന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോകാമെന്ന് പറയണം വിക്രത്തിനെതിരായിട്ട്. അങ്ങനെ എന്ത് ചെയ്തു? വിക്രത്തിനെതിരായിട്ട് ഡിവോഴ്സ് നോട്ടീസ്, അതായത് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ അത്തേലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നതായിരുന്നല്ലോ. മാഷിനെ വെറുതെ വരണമെങ്കിൽ അങ്ങനെ ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് വേദനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേദയ്ക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിക്രത്തിൻ്റെ പേരിൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയാണ്. ആ നോട്ടീസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഞെട്ടിപ്പോയി. ഡിവോഴ്സ്, അതും വേദ അയച്ചിരിക്കുന്നു, വേദയുടെ സൈനുണ്ട്. എങ്ങനെ എന്താണെന്ന് മനസ്സിലായില്ല. ആകെപ്പാടെ തകർന്ന് ഇരിക്കുകയാണ് വിക്രം. ഒടുവിൽ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു കാരണവശാലും ഞങ്ങൾക്കറിയാവുന്ന വേദ ഇങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം. ഒടുവിൽ അവർ വേദയെ കാണുന്നുണ്ട് പോയി. വർക്ക്ഷോപ്പിൽ നിന്ന് രാജേണ്ണനൊക്കെ പോയി കണ്ട് പറയുന്നുണ്ട്, അവൻ നന്നാവാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് വേദ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ വേദ അവരോടും കൃത്യമായിട്ട് മറുപടിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനും കമലയ്ക്കും ഒക്കെ നല്ല ടെൻഷനായി. ഡിവോഴ്സാന്ന് അറിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രക്ഷപ്പെട്ടു, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ, അവളുടെ ശല്യം ഒഴിവായല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ സംശയം കടന്നുകൂടി. വേദ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതല്ല. പിന്നീട് വിക്രം ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഓർക്കുന്നത്, വേദ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് കയറി പോകുന്ന കണ്ടേ. ആ ടെൻഷനായ ദിവസങ്ങളിലൊക്കെ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസമൊക്കെ താമസിച്ചാണ് വന്നേ. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഒടുവിൽ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ശ്രീകാന്തിനെ കാണുവാണ്. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വിക്രത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേടാ അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു. അപ്പോഴേക്കും വിക്രത്തിന് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് ഉണ്ടെന്ന്. അങ്ങനെ വിക്രം ദീപ്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വേദയോട് ഒന്നുകൂടെ സംസാരിക്കാനായിട്ട് പറയണം. അങ്ങനെ വേദയോട് സംസാരിച്ച് അവസാനം ആ സത്യങ്ങളൊക്കെ വിക്രം തിരിച്ചറിയുകയാണ്. അച്ഛൻ്റെ കടത്തിക്കൊണ്ട് പോയതിൻ്റെ പിന്നിൽ ശ്രീകാന്താണ്. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേദ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നൊക്കെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ? വിക്രം ശ്രീകാന്തിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അവസാനം വേദയും കൂട്ടിക്കൊണ്ട് പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദ ഈ ത്യാഗം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രം പിന്നീടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ വേദയ്ക്ക് അവിടെ പോയി നിൽക്കാനും പറ്റില്ലല്ലോ. കാരണം വിക്രം ഇല്ലാതെ വേദയ്ക്കൊരു ജീവിതമില്ല. ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ഡിവോഴ്സിന് വേദ സമ്മതിക്കുമെന്ന് വിക്രത്തിന് തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നറിയുവേ, അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയായിരുന്നു. എന്താണെങ്കിലും അതിനു മുമ്പ് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.